ായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് തിരുസഭ മാതാവ് ഇന്ന് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നവരെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ് ഉള്ളത്. സാധാരണ രീതിയിൽ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ, പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ, ഒരു പക്ഷേ അമ്മമാരെ അപ്പന്മാരോട് ചോദിക്കും, നാളെ എന്താണ് കഴിക്കുവാനായിട്ട് ഉണ്ടാക്കേണ്ടത്. അതൊരു പക്ഷേ ഉച്ചതിരിഞ്ഞിട്ട് അപ്പൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അപ്പൻ ചോദിക്കും, എടി എന്താണ് ഉണ്ടാക്കുവാനായിട്ട് വേണ്ടത്, നാളേക്ക് എന്താ നമുക്ക് ഒരുക്കേണ്ടത് എന്നുള്ളത്. ഇത് സാധാരണ വീട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നാളത്തേക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ കൂട്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും. അത് ഇനി നാളെ ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. എന്നിരുന്നാലും എന്താ വേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ കൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ പറയും എന്നതാണ് കഴിക്കാൻ വേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെ പറയാറുണ്ട്. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്ന അവസരമാണെന്നുണ്ടെങ്കിലും അമ്മച്ചി ചോദിക്കും, നീ എപ്പോഴാണ് വരുന്നത്, ഉച്ചയ്ക്ക് നീ വരുന്നുണ്ടോ, അങ്ങനെയാണ് നീ പറഞ്ഞോളോ എന്നുള്ളതൊരു കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. പറഞ്ഞു വരുന്നത്, എന്താണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആദി നമുക്കെല്ലാവർക്കുമുണ്ട്. എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചല്ല, എന്താണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരുപക്ഷെ ഇന്നുള്ളതും നാളെയുള്ളതും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളൊക്കെ എല്ലാം സെയിം ആയിട്ടുള്ള ഒരേപോലത്തെ കാര്യങ്ങളാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരൊറ്റ കാര്യം മാത്രമേ വിചിന്തനത്തിനായിട്ട് ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. മർത്ത പറഞ്ഞ കാര്യം, തൻ്റെ വീട്ടിൽ തൻ്റെ ജോലികളെല്ലാം എന്തൊക്കെയാണോ ചെയ്യാനായിട്ട് ഉള്ളത് അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ഒരുപക്ഷെ കർത്താവ് വരുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ വഴി കടന്നു പോകുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മർത്ത ചിന്തിച്ചിട്ടില്ല. പക്ഷെ മറിയം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് ഏറ്റവും മഹത്വമുള്ളതായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരുപാട് ജോലി തിരക്കുകളും അല്ലെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉണ്ടായിരിക്കെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വ്യഗ്രചിത്തമാവുകയും അതിനുള്ള ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റിപ്പോകുവാനായിട്ട് പാടില്ല എന്നുകൂടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വചനം പറയുന്നത് പോലെ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയുമില്ല. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് വീട് വെഞ്ചിരിപ്പിനൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ 1-2 പേര് അപ്പനങ്ങമ്മ മാത്രമേ ഉണ്ടാകാറുള്ളൂ, ഇനി ഇതിനെ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ്, പിള്ളേരുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമുണ്ട് വ്യത്യാസമുള്ളൂ. സാധാരണ ഇതിൽ അങ്ങനെ പോകുമ്പോൾ ആ വീടുകളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന എപ്പോഴാണ്? അപ്പോൾ പറയും, കുടുംബ പ്രാർത്ഥന 7 മണിക്ക് ശാലോം ടീ വെക്കുമ്പോൾ ഒരു കൊന്ത ചെല്ലുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഇരിക്കാറുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ചിന്ത ഇത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഇതിനേക്കാളും വളരെ ഭംഗിയായിട്ട് നടക്കുന്ന വീടുകളായിരിക്കും ഒരുപക്ഷെ നമ്മുടേത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മളും ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നല്ലതേതാണോ എന്നുള്ളത് മനസ്സിലാക്കി തെരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും പറ്റാറില്ല. സ്നേഹമുള്ളവരെ, ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ, ഈ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നല്ലത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇവിടെ 2 ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നുപോയത്. ഒന്ന്, കർത്താവ് ഉള്ളപ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്നതിനെ കുറിച്ചിട്ട് ഒരു ബോധ്യമുണ്ടാവുക. മർത്തയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മർത്തയ്ക്ക് അറിയാമായിരുന്നു. മറിയം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മറിയത്തിന് അറിയാമായിരുന്നു. രണ്ടുപേരും തമ്മിൽ വ്യത്യാസം എന്തായിരുന്നു? കർത്താവ് ഉള്ളപ്പോൾ താൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് മറിയത്തിന് മർത്തയേക്കാൾ കൂടുതൽ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരുമ്പോൾ തന്നെ പറഞ്ഞു, മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചിത്തയായിരുന്നു. അതിനു മുൻപ് അവൾക്ക് സഹോദരി മറിയം എന്ന സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. വീട്ടുവിശേഷങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പാദത്തിങ്കലിരുന്ന് അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഇതാണ് നല്ല തെരഞ്ഞെടുപ്പായിട്ട് തീർന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിയത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല, അതിൽ വേറെ തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ ചെയ്യേണ്ടത് അത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കുറിച്ചൊന്ന് വിലയിരുത്താം. മറിയത്തെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ടത്.
ആ ചിന്ത എന്താണെന്നുള്ളത്, ആ തെരഞ്ഞെടുപ്പ് ചിന്ത ആദ്യത്തിൽ വന്നു, ഇനി രണ്ടാമതായിട്ട് തെരഞ്ഞെടുപ്പ്, അതൊരിക്കലും തെറ്റിപ്പോയിട്ടില്ല, ഇനി അത് നമ്മൾ തുടർന്നു കൊണ്ട് പോവുക എന്നുള്ളത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവസാനത്തെ വചനത്തിൽ പറയുന്നത് പോലെ അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് നമ്മളെക്കുറിച്ചും പറയുകയുള്ളൂ. മറിയത്തെ പോലെ ആയിരിക്കുവാൻ, നല്ല തെരഞ്ഞെടുപ്പ് നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെക്കുറിച്ചും തമ്പുരാന് പറയാനുള്ളത് ഇപ്രകാരം തന്നെയായിരിക്കണം. അത് അവനിൽ നിന്ന് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ